കേരള മുഖ്യമന്ത്രിയെ കണ്ടെത്തുന്നതിൽ അനിശ്ചിതത്വം തുടരുന്നു. സംസ്ഥാന കോൺഗ്രസിലെ പോര് അടങ്ങിയ ശേഷം പ്രഖ്യാപനം മതിയെന്ന് ഹൈക്കമാൻഡിൽ ധാരണ. അച്ചടക്ക ലംഘനം നടക്കുന്നുണ്ടോ എന്നറിയാൻ സൂക്ഷ്മ നിരീക്ഷണം തുടരുകയാണ്. മത്സരത്തിൽ നിന്ന് പിൻവാങ്ങാൻ തയ്യാറല്ല എന്ന നിലപാടിലാണ് 3 നേതാക്കളും. നമ്മൾ ഡൽഹിയിൽ പോകുന്നു. ഡൽഹിയിൽ കിരൺ ബാബു ചേരുന്നുണ്ട്. കിരൺ, ഇത് തന്നെയാണല്ലോ സാഹചര്യം? പോരടങ്ങട്ടെ എന്നിട്ട് മതി തീരുമാനം എന്നുള്ള രീതിയിലേക്ക് മാറുന്നു. 23-ാം തീയതി വരെ സമയമുണ്ട് എന്നുള്ളതാണ് നമ്മൾ അന്ന് കണ്ടത്. 3 നേതാക്കളും ഖർഗെയുടെ വസതിയിൽ നിന്ന് ഇറങ്ങി വന്നതിന് ശേഷം അറിഞ്ഞതും അത് തന്നെയാണ്. ആ ഒരു തീരുമാനത്തിൽ തന്നെയാണ് പോരടങ്ങട്ടെ എന്നുള്ള നിലപാടിൽ ഹൈക്കമാൻഡ് ശക്തമായി നിൽക്കുമ്പോൾ 3 ചേരിയിൽ നിന്നും ഒരു തരത്തിലുള്ള പിന്നോട്ട് പോക്കില്ലല്ലോ. ഇനി യഥാർത്ഥത്തിൽ കേരള നേതാക്കളെ സംബന്ധിച്ച് അവർക്ക് കാര്യമായ സേ ഇല്ല എന്ന് തന്നെ പറയാം. പൂർണ്ണമായും ഈ പന്ത് ഹൈക്കമാൻഡ് കോർട്ടിൽ മാത്രമാണുള്ളത്. ഇനി സോണിയാഗാന്ധിയുടെ നിലപാടാണ് ഏറ്റവും നിർണായകമാവുക. സോണിയാഗാന്ധി ഈ വിഷയത്തിൽ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് ചിലപ്പോൾ AK ആന്റണിയെ പോലെയുള്ള മുതിർന്ന നേതാക്കളുമായി ഫോണിൽ സംസാരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അവരുടെയൊക്കെ അഭിപ്രായത്തിന് ഈ തീരുമാനം എന്താവുന്നു എന്നതിൽ വളരെ വലിയ പ്രാധാന്യം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും 3 പേരും ഈ തീരുമാനം എന്തായാലും അത് ഞങ്ങൾ അനുസരിക്കാം, അത് അംഗീകരിക്കാൻ തയ്യാറാണ് എന്നത് ഉറപ്പ് നൽകിയിട്ടാണ് ഹൈക്കമാൻഡിൽ നിന്ന് മടങ്ങിയത്. ഏതെങ്കിലും തരത്തിൽ ഒരു വിമത നീക്കം അല്ലെങ്കിൽ ഇതിനോട് പ്രതിഷേധിച്ചുകൊണ്ടുള്ള ഒരു നീക്കം ഉണ്ടാവില്ല എന്ന ഉറപ്പ് 3 പേരും ഒരേപോലെ തന്നെ നൽകിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്നത്തെ യോഗം അവസാനിച്ചത്. അതുകൊണ്ട് തന്നെ ഇനിയൊരു തീരുമാനത്തിന് മുമ്പ് ഈ നേതാക്കളുമായിട്ട് ചർച്ച നടത്താനുള്ള സാധ്യത കുറവാണ് എന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത്. ഇവരാകെ പ്രതീക്ഷിക്കുന്നത് തീരുമാനമെടുത്ത് പുറത്ത് പറയും മുമ്പ് ചിലപ്പോൾ ഞങ്ങളെ വിളിച്ച് പറഞ്ഞേക്കും എന്നൊരു പ്രതീക്ഷ മാത്രമാണുള്ളത്. അതുപോലും അക്കാര്യത്തിൽ 3 നേതാക്കൾക്കും അങ്ങനെ ഒരു ഉറപ്പില്ല. സാധാരണഗതിയിൽ AICC ജനറൽ സെക്രട്ടറി, ഈ സംഘടനാകാര്യ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ് KC വേണുഗോപാൽ. KC വേണുഗോപാൽ ഈ കാര്യം നേരത്തെ അറിയേണ്ടതാണ്. പക്ഷേ ഇവിടെ KC വേണുഗോപാലും ഒരു കക്ഷിയാണ്. അതുകൊണ്ട് അദ്ദേഹവും ചിലപ്പോൾ നേരത്തെ അത്തരം വിവരങ്ങൾ അറിയണം എന്നില്ല. കേരളത്തിൽ ഘടകകക്ഷികളോടോ അല്ലെങ്കിൽ മറ്റാരോടോ ഇനി പറയണമെന്നില്ല, ഏത് സമയത്തും പ്രഖ്യാപിക്കാമെന്നുള്ളതാണ് ഹൈക്കമാൻഡ് നിലപാട്. പക്ഷേ പ്രഖ്യാപനത്തിന് ഇന്ന് ഖർഗെ മടങ്ങിയെത്തേ ഉള്ളൂ. ഖർഗെ കർണാടകയിലായിരുന്നു ഇന്നലെ. അദ്ദേഹം ഇന്ന് വൈകുന്നേരത്തോടു കൂടിയേ മടങ്ങിയെത്തുകയുള്ളൂ. ഇന്നലെ ചെന്നൈയിൽ പോയ രാഹുൽ ഗാന്ധി ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ്, രാത്രിയോടുകൂടിയാണ് മടങ്ങിയെത്തിയത്. ഇന്ന് വൈകുന്നേരമോ നാളെയോ യോഗം ചേർന്ന ശേഷം, അല്ലെങ്കിൽ യോഗം ചേരുക അല്ലെങ്കിൽ പരസ്പര ആശയവിനിമയം നടത്തിയോ ശേഷം പ്രഖ്യാപനം നടത്തുക എന്നുള്ളതാണ് നിലവിൽ നമുക്ക് കിട്ടുന്ന സൂചന. പക്ഷേ ആകെ ഒരു ചെറിയ വ്യത്യാസം ഉണ്ടാവാൻ സാധ്യതയുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് ഇത് കോൺഗ്രസിനെ കളിയാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ കോൺഗ്രസിന് മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ വല്ലാതെ വൈകുന്നു, അത് പല മുഖ്യമന്ത്രിമാർക്ക് വീതിച്ചു കൊടുക്കുകയാണ് എന്ന മട്ടിലൊക്കെ കളിയാക്കിക്കൊണ്ട് പ്രധാനമന്ത്രി തന്നെ രംഗത്തിറങ്ങിയ സാഹചര്യം. രണ്ടാമത്തെ സാഹചര്യം ബംഗാളിലെയും തമിഴ്നാട്ടിലെയും അസമിലെയും ബാക്കി രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ അവസാനിച്ച് അവിടെ നിന്ന് ഇനി കാര്യമായ വാർത്തകൾ വരാനില്ല. ഇനി മന്ത്രിസഭാ രൂപീകരണവും മറ്റു കാര്യങ്ങളുമൊക്കെയാണുള്ളത്. ഇത് കേരളത്തിലാണ് ഇനി മുഖ്യമന്ത്രിയെ കണ്ടെത്താനുള്ളത്. ഏറ്റവും മികച്ച വിജയം നേടി കേരളത്തിൽ മുഖ്യമന്ത്രിയെ കണ്ടെത്താതെ ഇരിക്കുന്നത്. ദേശീയ മാധ്യമങ്ങൾ ഇന്നലെ വൈകുന്നേരം മുതൽ വാർത്ത എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് ഇന്ന് ചിലപ്പോൾ കൂടുതൽ ദേശീയ മാധ്യമങ്ങളിലേക്ക് ഇത്തരം വാർത്തകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഈ 2 സാഹചര്യം കൊണ്ട് നീട്ടിക്കൊണ്ടു പോകേണ്ട അതേ ഇല്ല, അത് നേരത്തെ തീരുമാനിച്ച് അങ്ങനെ വാർത്തകൾ കൊണ്ടുണ്ടാകുന്ന പരിക്ക് ഒഴിവാക്കാമെന്ന് ഹൈക്കമാൻഡ് തീരുമാനിച്ചാൽ ചിലപ്പോൾ ഇന്ന് വൈകുന്നേരമോ നാളെയോ തന്നെ ഇത് വരും, പ്രഖ്യാപനം ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കാം. യെസ്, അത് തന്നെയാണ്. ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ നാളെ എന്നുള്ള രീതിയിലേക്കും വാർത്തകൾ മാറുന്നുണ്ട്. ഞാൻ തിരുവനന്തപുരത്ത് അരുൺ ചേരുന്നുണ്ട്. അരുണ്, ഇത് തന്നെയാണല്ലോ പരസ്യ പോരടങ്ങട്ടെ, പോരടങ്ങിയിട്ട് നമുക്ക് തീരുമാനിക്കാം എന്നുള്ള ഹൈക്കമാൻഡ് ധാരണയിൽ വരുമ്പോൾ തന്നെ പന്ത് ഇപ്പോൾ ഹൈക്കമാൻഡിൻ്റെ കൂട്ടിലാണ്. ഇനി ഹൈക്കമാൻഡ് തീരുമാനിക്കും. വേറെ ഇനി നേതാക്കൾക്ക് ഒരു സേയുമില്ല, പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി തീരുമാനത്തിന് വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത്. 4-ാം തീയതി തന്നെ വോട്ടെണ്ണിയ മറ്റ് 3 സംസ്ഥാനങ്ങളിലും ഏകദേശം എല്ലാം ധാരണയായി. കിരൺ പറഞ്ഞ പോലെ തന്നെ ഇനി പ്രത്യേകിച്ച് വാർത്തയൊന്നും വരാനില്ല. നിയമസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ഇവിടെയാണ് ഇപ്പോഴും ആ ഒരു ചോദ്യം നിൽക്കുന്നത്. ഹരി, മുഖ്യമന്ത്രി സ്ഥാന മോഹികളിൽ ഒരാളായ രമേശ് ചെന്നിത്തല ഇന്ന് രാത്രി തിരുവനന്തപുരത്ത് തന്നെ നിലപാട് വ്യക്തമായി കഴിഞ്ഞു. തീരുമാനം ആയിക്കഴിഞ്ഞു. ഇത് പ്രഖ്യാപനം മാത്രമാണ്. ഹൈക്കമാൻഡ് 3 പേരെയും കേട്ടു, ഘടകകക്ഷികളുമായി ചർച്ച നടത്തി. അങ്ങനെ ഹൈക്കമാൻഡ് തീരുമാനമായി കഴിഞ്ഞു. പ്രഖ്യാപനം മാത്രമാണ് വരാനുള്ളതെന്ന് രമേശ് ചെന്നിത്തല തന്നെ പറയുന്നു. അതായത് അദ്ദേഹം യാഥാർത്ഥ്യം തിരിച്ചറിയുന്നു. തീരുമാനമായി കഴിഞ്ഞു, ഇനി പ്രഖ്യാപനമാണ് വരേണ്ടത്. അതേസമയം 3 ക്യാമ്പുകളും ഒരുപോലെ ആത്മവിശ്വാസത്തിലാണ്. KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകുമെന്ന് ഉറപ്പിച്ചാണ് ശനിയാഴ്ച അദ്ദേഹത്തിന് അനുയായികൾ വലിയ രീതിയിൽ സംഘടിച്ച് KPC ആസ്ഥാനത്ത്. ആ KPC ആസ്ഥാനത്ത് മുഴുവൻ KC അനുകൂലികളായിരുന്നു. അവർ വലിയ പ്രതീക്ഷയോടുകൂടി TV ചാനലുകൾക്ക് മുൻപിലിരുന്നു. ലഡുവും കേക്കുമൊക്കെ അതിനിടയിൽ അവർ അവിടെ വാങ്ങി എത്തിച്ചു. പ്രഖ്യാപനം ഉടൻ എന്ന ധാരണയായിരുന്നു. പ്രഖ്യാപനം വന്നവരുടെ ആഘോഷത്തിനുള്ള തയ്യാറെടുപ്പുകളായിരുന്നു KC ക്യാമ്പ്. പക്ഷേ അത് അവരെ നിരാശപ്പെടുത്തിക്കൊണ്ടാണ് പ്രഖ്യാപനം ഉടനില്ല, പകരം ഒരു ഐക്യ സന്ദേശവുമായി 3 നേതാക്കളും ഒരുമിച്ച് ദീപാദാസ് മുൻഷിക്കൊപ്പം മാധ്യമങ്ങളെ കണ്ടത്. അതോടുകൂടി കാത്തിരിക്കാമെന്ന തീരുമാനത്തിലേക്ക് അവർ മാറുകയായിരുന്നു. നേതൃത്വം പറയുന്നതനുസരിച്ച് അവർ ഈ ഫ്ലക്സ് ബോർഡുകളും ഹോർഡിംഗ്സുകളും ഒക്കെ എടുത്ത് മാറ്റുകയും ചെയ്തു. അതേസമയം മറ്റ്
മറ്റൊരു പ്രധാന പ്രതീക്ഷ വി.ഡി. സതീശൻ ക്യാമ്പിലാണ്. അത് അവരും ഇപ്പോഴും ഉറപ്പിക്കുന്നു. ഈ MLA-മാരുടെ പിന്തുണ പോലും നേരത്തെ ചിത്രങ്ങളിൽ പുറത്തു വന്നതോടെ അല്ലെങ്കിൽ KC ഗ്രൂപ്പ് അവകാശപ്പെടുന്നത് പോലെ 46 MLA-മാർ KCക്കൊപ്പമല്ല, 32-33 MLA-മാർ തങ്ങൾക്കൊപ്പമുണ്ടെന്ന് ഉറച്ച വിശ്വാസത്തിലാണ് വി.ഡി. സതീശൻ ക്യാമ്പ്. അത് ഹൈക്കമാൻഡ് അക്കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിനൊപ്പം തെരഞ്ഞെടുപ്പിൽ മുന്നണിയെ നയിച്ചയാൾ, ഘടകകക്ഷിയുടെ വലിയ പിന്തുണ, ഇതൊക്കെ പൊതുജനാഭിപ്രായ രീതിയിൽ രൂപപ്പെട്ടു വരുന്ന വി.ഡി. അനുകൂല നിലപാടുകൾ, അങ്ങനെയൊക്കെ വരുമ്പോൾ സതീശൻ തന്നെ മുഖ്യമന്ത്രിയാകും, അതിലൊരു സംശയം ഉണ്ടാകില്ലെന്ന ഉറപ്പിലാണ് വി.ഡി. സതീശൻ അനുകൂലികൾ. അവർ വലിയ പ്രതിഷേധം ഒക്കെ ആദ്യം നടത്തിയിരുന്നു. ഇനി അത്തരം നടപടികളിലേക്ക് അവർ പോകില്ല. പകരം വി.ഡി. പ്രഖ്യാപിച്ചാൽ ഉടൻ വലിയ ആഘോഷങ്ങളിലേക്ക് പോകാൻ ആ ക്യാമ്പും തയ്യാറെടുക്കുന്നു. ഇതിനിടയിൽ രമേശ് ചെന്നിത്തലയും വലിയ പ്രതീക്ഷയിലാണ്, ശുഭപ്രതീക്ഷയാണ്. കാരണം ഈ രണ്ട് തർക്കങ്ങൾക്കിടയിൽ ഹൈക്കമാൻഡിനെ വെറുപ്പിക്കാത്ത അല്ലെങ്കിൽ ഹൈക്കമാൻഡിനെ ശാസിക്കാൻ ഉണ്ടാത്ത ഒരു നിലപാടെടുത്തത് രമേശ് ചെന്നിത്തല മാത്രമാണ്. അദ്ദേഹത്തിന് അനുകൂലികൾ ഇത്തരത്തിൽ ചിലയിടങ്ങളിലൊക്കെ ചെറിയ ആളുകൾ പിന്തുണയത്തിന് അപ്പുറത്തേക്ക് ആരും പൊതു പ്രകടനവുമായി പുറത്തേക്ക് വരികയോ അല്ലെങ്കിൽ പാർട്ടിക്ക് ഒരു അവമതിപ്പുണ്ടാക്കുന്ന പ്രതിസന്ധിയിലാക്കുന്ന ഒരു നീക്കവും നടത്തിയില്ല. അതുകൂടി ഈ തൻ്റെ സീനിയോറിറ്റി അടക്കമുള്ള നല്ല പേരിനൊപ്പം ഇതുമൊരു തനിക്ക് ഗുണം ചെയ്യുമെന്നൊരു പ്രതീക്ഷ രമേശ് ചെന്നിത്തലയ്ക്കുണ്ട്. ആ ക്യാമ്പ് അതിനെ വിശ്വസിക്കുന്നു. രണ്ട് നേതാക്കൾ മുഖ്യമന്ത്രി സ്ഥാനത്തിനായി വലിയ തർക്കം ഉന്നയിക്കുമ്പോൾ അവിടെ സമവായ സ്ഥാനാർത്ഥി നിലയിൽ വന്ന് കയറാം എന്നൊരു പ്രതീക്ഷ രമേശ് ചെന്നിത്തലയ്ക്കുമുണ്ട്. അങ്ങനെ 3 ക്യാമ്പും ഇപ്പോഴും പ്രതീക്ഷയാണ്. ഒറ്റയാൾക്ക് മാത്രമേ മുഖ്യമന്ത്രിയാകാൻ കഴിയുകയുള്ളൂ. പക്ഷേ 3 പേരും അവരുടെ അനുയായികളും അനുകൂലികളും ഒരുപോലെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. തീരുമാനം വരേണ്ടത് ഹൈക്കമാൻഡിൽ നിന്നാണ്. ആ തീരുമാനം വരുമ്പോൾ സ്വാഭാവികമായും പാർട്ടി തീരുമാനം അംഗീകരിക്കുമെന്ന് 3 പേരും പറയുമ്പോൾ എങ്ങനെയാണ് അവരുടെ അനുയായികൾ, അനുകൂലികൾ, ക്യാമ്പുകൾ, അവരുടെ ഗ്രൂപ്പ് മാനേജർമാർ ഈ ഒരു തീരുമാനത്തെ ഏറ്റെടുക്കുക എന്നാണ് അറിയേണ്ടത്. വലിയ ആകാംക്ഷ കോൺഗ്രസ് വൃത്തങ്ങളിൽ, UDF കേന്ദ്രങ്ങളിൽ ഇപ്പോഴുണ്ട്. യെസ്, അത് തന്നെയാണ്. ഇത് 3 നേതാക്കളും എങ്ങനെ ഇത് നിലപാട് സ്വീകരിക്കും? ഹൈക്കമാൻഡ് പറയുന്നത് തീരുമാനിക്കും അല്ലെങ്കിൽ അനുസരിക്കും എന്നുള്ള രീതിയിലേക്ക് മാറുമ്പോൾ പോലും കിരൺ, ഇവിടെ 2 കാര്യങ്ങളുണ്ടല്ലോ. ഇത് 3 പേരെയും വെറുപ്പിക്കാൻ കഴിയില്ല. ഹൈക്കമാൻഡ് പ്രധാനപ്പെട്ട 3 നേതാക്കൾ തന്നെയാണ്. ആരെയും പിണക്കാൻ കഴിയില്ല. അപ്പോൾ മുന്നിൽ നിൽക്കുന്ന സാധ്യതകളെ കുറിച്ചാണല്ലോ സംസാരിക്കുന്നത്. ഒന്നുകിൽ ടേം വ്യവസ്ഥ, അത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ടേം വ്യവസ്ഥ എന്ന് പറയുന്നത് തന്നെ ഒരു അപഹാസ്യമാണ്. പക്ഷേ എന്നാൽ പോലും നമ്മൾ സാധ്യതകളെ കുറിച്ച് മാത്രം സംസാരിക്കുന്നതാണ്. അതൊന്നും ടേം വ്യവസ്ഥ, അല്ലെങ്കിൽ ഒരാൾ മുഖ്യമന്ത്രിയായാൽ പോലും മറ്റു 2 പേരെയും പിണക്കാതെ ഏറ്റവും പ്രധാനപ്പെട്ട പദവികൾ തന്നെ നൽകുക എന്നൊക്കെ പറയുമ്പോൾ പോലും ഇതിനകത്ത് പ്രാക്ടിക്കാലിറ്റി എന്ന് പറയുന്നൊരു വിഷയമില്ലേ? സ്വാഭാവികമായും അത്തരമൊരു വിഷയം ഉണ്ട് എന്നുള്ളതാണ്. ടേം വ്യവസ്ഥയിലേക്കൊന്നും പോകാനുള്ള സാധ്യതയില്ല. കോൺഗ്രസിൽ ഇതിനൊക്കെ വലിയ തർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ ഘട്ടത്തിലൊന്നും അങ്ങനെ ടേം വ്യവസ്ഥയിലേക്ക് പോയിട്ടില്ല. നിങ്ങൾക്ക് പിന്നീട് ഭാവിയിൽ പരിഗണന ഉണ്ടാവും എന്ന് പറയുന്നതല്ലാതെ 2 കൊല്ലം കഴിഞ്ഞ് അല്ലെങ്കിൽ 3 വർഷം കഴിഞ്ഞ് നിങ്ങളെ മുഖ്യമന്ത്രിയാക്കാം എന്നൊരു ഉറപ്പ് ഹൈക്കമാൻഡ് ഒരു കാലത്തും നൽകില്ല. ഇതുവരെ ആർക്കും അങ്ങനെ നൽകിയിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ആ ടേം വ്യവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യത എന്തായാലും നമ്മൾ ഇതുവരെ കാണുന്നില്ല. കോൺഗ്രസിൻ്റെ ഒരു ചരിത്രം വെച്ച് പരിശോധിച്ചാൽ അങ്ങനെയാണല്ലോ നമുക്ക് പരിശോധിക്കേണ്ടി വരിക. അങ്ങനെ ഒരു രീതിയില്ല. അതുകൊണ്ട് അത് ഉണ്ടാവാൻ സാധ്യതയില്ല. മറ്റൊന്ന് എന്ന് പറയുന്നത് ഇവർക്ക് പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ നൽകുക എന്നുള്ളതാണ്. അത് KC വേണുഗോപാലാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നെങ്കിൽ സ്വാഭാവികമായും 3 പേർക്ക് പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ നൽകുക വലിയ പ്രയാസമായിരിക്കും. അല്ലെങ്കിൽ ആഭ്യന്തരം പോലൊരു വകുപ്പ് അദ്ദേഹം ഒഴിഞ്ഞ് മറ്റാർക്കെങ്കിലും കൊടുക്കുകയോ ധനം പോലൊരു വകുപ്പ് വി.ഡി. സതീശന് കൊടുക്കുകയോ അങ്ങനെയൊക്കെ വേണ്ടി വരും. പക്ഷേ അത്തരം ഒരു ചർച്ചകളിലേക്കൊന്നും ഇതുവരെ കടന്നിട്ടില്ല. മന്ത്രിതല വകുപ്പ് ഏതാണ്, ഇന്ന വകുപ്പ് എന്നാൽ ഞാൻ മാറി നിൽക്കാം എന്നൊരു ചർച്ചയിലേക്കേ കടന്നിട്ടില്ല. ഇവരെല്ലാം നിലപാട് സ്വീകരിച്ചത് മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഞാനില്ല എന്നുള്ളൊരു നിലപാട് സ്വീകരിച്ചു. അവസാനം അതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാട് ഹൈക്കമാൻഡും പറഞ്ഞു. ഹൈക്കമാൻഡ് തീരുമാനമെടുക്കുമ്പോൾ അത് അംഗീകരിക്കണം എന്നുള്ള നിലപാട് സ്വീകരിച്ചു. ഇനി പക്ഷേ